ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നെക്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു മോഡൽ നെക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ മടക്ക് വശം വരുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ ഒരു മുകൾ വശം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു മുകൾ ഭാഗത്ത് ഞാൻ എനിക്ക് വേണ്ട നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 4 ഇഞ്ചാണ് കേട്ടോ ഞാൻ നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് എവിടെയാണ് 4 ഇഞ്ച് വരണേ, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നേരെ അടിയിലേക്ക് ഞാനൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നേരെ അടിയിലേക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്തു. അടിയിലും ഒരു ബോക്സ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നേരെ അടിയിലേക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്കതിനെ ഒന്ന് ബോക്സ് പോലെ വരച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു കോർണർ ഉണ്ടല്ലോ, ഇതാണ് കേട്ടോ നമ്മുടെ ഓപ്പൺ സൈഡ്. അതിൻ്റെ ഈ ഒരു കോർണറിൽ നിന്ന് ഞാൻ 1 ഇഞ്ച് മുകൾ ഭാഗത്തേക്ക് വരയ്ക്കുകയാണ്. ഒന്നത് ഇതുപോലെ 1 ഇഞ്ചിൽ ഒന്ന് മുകൾ ഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് 1 ഇഞ്ച് വരണേ. ഇനി ഇതേ ഡയഗണലായിട്ട് ഞാൻ ആ 1 ഇഞ്ചിലേക്കൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ബോക്സിൻ്റെ അടിയിലേക്ക് ഞാൻ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ 1/2 ഇഞ്ച് ഇവിടെയാണ് വരണേ, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഇതേ ഈ ഒരു 1/2 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് കർവ് ചെയ്ത് വരയ്ക്കുകയാണ്. അങ്ങനെ നമ്മൾ 1/2 ഇഞ്ചിൽ നിന്ന് ഈ ഒരു ഡയഗണലായിട്ട് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് ഈ ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നേരെ അടിയിലേക്ക് ഞാൻ സ്ക്വയർ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പിന് തന്നെ ഞാൻ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മുകൾ വശവും ഞാനൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഉൾഭാഗം കറക്റ്റ് ഇതേ ഷേപ്പിന് തന്നെ കട്ട് ചെയ്യാം. മുകൾ ഭാഗത്ത് ഞാൻ ചെറുതായിട്ടൊരു ബ്രിഡ്ജ് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് സെൻറ്ററും മാറിപ്പോവില്ല. അപ്പോൾ കറക്റ്റ് ഇതേ ഷേപ്പിന് തന്നെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ വേറൊരു തുണിയുടെ മുകളിൽ വെച്ച് കാണിക്കാം ഈ ഒരു ഷേപ്പ്, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് വരണേ. അപ്പോൾ ഇതിൽ തിളക്കമുള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഈ ഒരു തുണിയായിട്ട് ഞാൻ ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അയൺ ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ ഭംഗിയായിട്ട് ഇത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മുകളിൽ നിൽക്കുന്ന എക്സ്ട്രാ ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് എക്സ്ട്രാ വന്ന ക്ലോത്ത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ സൈഡിലൊക്കെ എക്സ്ട്രാ നിൽക്കുന്നത് ഞാൻ ജസ്റ്റ് ഇതുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വെച്ച് 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഓവർ ഫാബ്രിക് വരുന്നത് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റും കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് ക്യാൻവാസിൻ്റെ 3 സൈഡും ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മെയിൻ ഫാബ്രിക് ഞാൻ ഇതുപോലെ ഈ ഒരു ടേബിളിൽ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെയിൻ ഫാബ്രിക്കിൻ്റെ സെൻറ്റർ അറിയാനായിട്ട് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ സെൻറ്റർ. ഇനി അടുത്തായിട്ട് നമ്മൾ അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻവാസ് ഈ ഒരു മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്തോട്ട് ചേർത്ത് വയ്ക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടിൻ്റെയും സെൻറ്ററും ചേർന്ന് വരണം കേട്ടോ. അപ്പോൾ ക്യാൻവാസിൻ്റെ സെൻറ്ററും നമ്മുടെ ഈ ഒരു മെയിൻ ഫാബ്രിക്കിൻ്റെ സെൻറ്ററും ഇതുപോലെ ചേർത്ത് വെച്ചു. ഇനി നമുക്ക് സാധാരണ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ
ഈ ഒരു ക്യാൻവാസിൻ്റെ തൊട്ട് ചേർന്ന് ഇതേ ഷേപ്പിന് തന്നെ അടിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ക്യാൻവാസിൻ്റെ മുകളിൽ സ്റ്റിച്ച് കയറരുത് കേട്ടോ. ഇനി ഈ 2 പോയിൻറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അവിടെ വെക്കാനായിട്ട് ഞാൻ ഇതുപോലെ ടാസൽസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണേന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ഈ ഒരു പോയിൻറ്റഡ് വരുന്ന ഭാഗത്ത് ഇവിടെയും വരെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു ടാസൽ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വയ്ക്കുക, സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇവിടെ എത്തുമ്പോഴും ഈ ഒരു പോയിൻ്റ് എത്തുമ്പോഴും നമ്മൾ കറക്റ്റായിട്ട് ഇത് വെച്ച് കൊടുക്കുക, സ്റ്റിച്ച് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോണേ. നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഈ ഒരു ക്യാൻവാസിനോട് തൊട്ട് ചേർന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ പോയിൻറ്റഡ് ആയിട്ട് വരുന്ന ഭാഗത്ത് ഞാൻ ഈ ഒരു ടാസൽസും കൂടി അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ അടുത്ത പോയിന്റ് വന്നിട്ടുണ്ട്. അവിടെയും ഇതുപോലെ ടാസൽ അതിൻ്റെ അടിയിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് എഡ്ജിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടാസൽസും നമ്മൾ അതിൻ്റെ ആ ഒരു പോയിൻറ്റഡ് ആയിട്ട് വരുന്ന ഭാഗത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്യാപ്പ് വിട്ട് എക്സ്ട്രാ നിൽക്കുന്ന ക്ലോത്ത് നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് എക്സ്ട്രാ നിൽക്കുന്ന തുണിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കോർണറിലും ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെരിച്ച് അറ്റം വരെ ഒന്ന് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ ചുറ്റിനും ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസ് ബാക്കിലോട്ട് മറിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നെക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഹെമ്മിങ് ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ നെക്കിന് ചുറ്റും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഫൈനൽ ലുക്ക് ചുരിദാറൊക്കെ അടിച്ചു കഴിഞ്ഞ് ഫൈനൽ ലുക്ക് കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഭംഗിയായിട്ട് നെക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാം.